സ്റ്റുഡന്റ് ചോദിച്ച പോലെ പല സ്ഥാപനക്കാരും ഇതേപോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ കറക്റ്റ് കാര്യം. ഞാൻ മറ്റൊരു സ്റ്റഡി സെന്ററിൽ നിന്നും 2021 +2 അഡ്മിഷൻ എടുത്തതാണ്. ഈ വരുന്ന ഒക്ടോബർ ബാച്ചിൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്നു. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആൻസർ അവർ അയച്ചു തന്നിട്ടുണ്ട്. ബട്ട് പ്രൊജക്ട് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പ്രൊജക്റ്റ് ആയിട്ട് എഴുതേണ്ട, അസൈൻമെന്റ് മാത്രം എഴുതിയാൽ മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകളുടെ സംശയമാണ്, മിസ് നമ്മുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ അസൈൻമെന്റ് പ്രൊജക്ടിന്റെ പ്രസക്തി എപ്രകാരമാണ്, അല്ലെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ്. സോ ഈ സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ ഇടയിൽ എന്റെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്, ഞാൻ ഒന്ന് വായിക്കാം, അതിനുശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹായ് മാം, ഞാൻ മറ്റൊരു സ്റ്റഡി സെന്ററിൽ നിന്നും 2021 +2 അഡ്മിഷൻ എടുത്തതാണ്. ഈ വരുന്ന ഒക്ടോബർ ബാച്ചിൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്നു. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആൻസർ അവർ അയച്ചു തന്നിട്ടുണ്ട്. ബട്ട് പ്രൊജക്ട് ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പ്രൊജക്റ്റ് ആയിട്ട് എഴുതേണ്ട, അസൈൻമെന്റ് മാത്രം എഴുതിയാൽ മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ പറഞ്ഞ പോലെ പ്രൊജക്റ്റ് എഴുതാതെ ഫുൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അസൈൻമെന്റ് മാത്രം എഴുതിയാൽ TMA പാസ് ആകാനായിട്ട് എനിക്ക് കഴിയുമോ? പ്ലീസ് റിപ്ലൈ മാം, ഞാൻ ആകെ ടെൻഷനിലാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ് കേട്ടോ ഇത്. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാനായിട്ട് പോകുന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് അല്ലെങ്കിൽ നമ്മുടെ TMA എന്ന് പറയുന്നത് NIOS പഠിക്കുന്ന SSLC ആയിക്കോട്ടെ അല്ലെങ്കിൽ +2 ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും TMA എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ NIOS അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് എക്സാമിന്, അതായത് തിയറി വിഷയങ്ങൾക്ക്, ഞാൻ തിയറി വിഷയങ്ങളുടെയാണ് കാര്യം പറയുന്നത് കേട്ടോ, തിയറി വിഷയങ്ങൾക്ക് 26 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പാസ് ആകാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മിനിമം ഒരു 7 മാർക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്ര വരും? 33 മാർക്ക് കിട്ടും അല്ലെ? അപ്പൊ ആ 33 മാർക്ക് മതി നിങ്ങളുടെ NIOS പരീക്ഷ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അസൈൻമെന്റ് പ്രൊജക്റ്റും എഴുതുന്നത് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ എഴുത്ത് പരീക്ഷ 26, നമ്മുടെ അസൈൻമെന്റ് പ്രൊജക്ടിന്റെ മാർക്ക് മിനിമം നമുക്ക് 7 മാർക്കും കൂടെ ഉണ്ടെങ്കിൽ 33 മാർക്ക് മതി നമ്മുടെ NIOS പരീക്ഷ പാസ് ആകാനായിട്ട്. നേരെ മറിച്ച് അസൈൻമെന്റ് നിങ്ങൾക്ക് ഇവിടെ 18 മാർക്കും 20 മാർക്കും ഒക്കെ കിട്ടുകയാണെങ്കിലും എന്താണ്, നിങ്ങളുടെ മാർക്ക് ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. ജസ്റ്റ് പാസ് ആണെങ്കിൽ പോലും ഈ TMAയുടെ മാർക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മാർക്ക് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നേരെ മറിച്ച് തിരിച്ചൊന്ന് ചിന്തിച്ചേ, അതായത് ഈ അസൈൻമെന്റ് പ്രൊജക്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ട മാർക്ക് എത്രയാണ്? 33 മാർക്ക്. നിങ്ങൾ എഴുത്തു പരീക്ഷയിൽ ഇത്രയും മാർക്ക് നിങ്ങൾ തനിയെ എഴുതി വാങ്ങിക്കേണ്ടി വരും. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ടാണ് എല്ലാ സ്റ്റുഡൻസിനോടും അസൈൻമെന്റ് പ്രൊജക്ട് കറക്റ്റ് ആയിട്ട് അതത് അധ്യയന വർഷത്തിൽ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ചില വിദ്യാർത്ഥികൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അധ്യയന വർഷത്തിലേക്ക് ചിലപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, അതായത് 2025 ഒക്ടോബർ ബാച്ചിലേക്ക് എക്സാം എഴുതണം എന്നുള്ള രീതിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇവരെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ എക്സാം ഈ പ്രാവശ്യം എഴുതുന്നില്ല, അടുത്ത പ്രാവശ്യം അതായത് 2026 ഏപ്രിലില് പരീക്ഷ എഴുതിക്കോളാം, അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതിക്കോളാം എന്നുള്ള തീരുമാനത്തിലൊക്കെ എത്തുന്ന ചില വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങൾ എങ്കിലും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ അസൈൻമെന്റ് പ്രൊജക്റ്റും ഈ അധ്യയന വർഷത്തിൽ തന്നെ നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്തിരിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ എക്സാം ഫീസ് നിങ്ങൾ ഈ പ്രാവശ്യം അടച്ചില്ലെങ്കിലും, എക്സാം നിങ്ങൾ ഈ പ്രാവശ്യം എഴുതുന്നില്ലെങ്കിലും, ഈ അധ്യയന വർഷത്തിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു TMA ഈ വർഷത്തിൽ തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യണം. ഇനി നമുക്ക് നിങ്ങളുടെ സംശയത്തിലേക്ക് കിടക്കാം. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അസൈൻമെന്റ് ഉണ്ടോ പ്രൊജക്ട് ഉണ്ടോ എന്നൊക്കെയാണ്. അതായത് നമുക്കറിയാം, ഏതൊരു സബ്ജക്ട് എടുത്തു കഴിഞ്ഞാലും അതിൽ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അസൈൻമെന്റ് എന്ന് പറയുന്നത് 1 മുതൽ, ഓരോ സബ്ജക്റ്റിനും ഓരോ കുറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണല്ലോ നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെന്റ് പ്രൊജക്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അതിൽ 1 to 5 ക്വസ്റ്റ്യൻസ് ആണ് എന്തെന്ന് പറയുന്നത്, അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ചോദ്യത്തിനകത്ത് 6ാമത്തെ
ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എല്ലാ വിഷയത്തിനും അസൈൻമെന്റും ഉണ്ട്, പ്രോജക്റ്റും ഉണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റുഡന്റ് ചോദിച്ച പോലെ പല സ്ഥാപനക്കാരും ഇതേപോലെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ കറക്റ്റ് കാര്യം. നമുക്ക് അസൈൻമെന്റ് പ്രോജക്റ്റും ഉള്ളതാണ്. ഓരോ സബ്ജക്റ്റിനും 1 മുതൽ 5 വരെ ഉള്ള ചോദ്യങ്ങൾ അസൈൻമെന്റും, 6ാമത്തതാണ് നമ്മുടെ പ്രോജക്റ്റും കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റും പ്രോജക്റ്റും എഴുതി സമർപ്പിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. 1 to 5 അസൈൻമെന്റും 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അസൈൻമെന്റ് പ്രോജക്റ്റ് എഴുതേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ A4 സൈസ് പേപ്പറിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. A4 സൈസ് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറയും ബോണ്ട് പേപ്പർ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും അല്ലെ. അപ്പൊ ഈ A4 സൈസ് അല്ലെങ്കിൽ ബോണ്ട് പേപ്പറിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, അസൈൻമെന്റ് പ്രോജക്റ്റും എഴുതേണ്ടത്. അപ്പൊ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിപ്പോ നമ്മുടെ പേപ്പർ ആണെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള പേപ്പേഴ്സ് വേണം വാങ്ങാനായിട്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ പേപ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് സ്കെച്ച് പെൻ ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു മാർജിൻ, ഇപ്പൊ ചിലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മാർജിൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതിപ്പോ പേപ്പർ ആണെങ്കിൽ ഇത്രയും വീതിയിൽ അങ്ങ് മാർജിൻ വയ്ക്കുക, എന്നിട്ട് ഇത്രയും സ്പേസിലായിരിക്കും എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. പേപ്പർ എത്രയുണ്ടെന്ന് നോക്കുക, ആ പേപ്പറിന്റെ സൈസ് നോക്കിയിട്ട് അത്രയും വലിയ മാർജിൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു മാർജിൻ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുക്കുക, ക്വസ്റ്റ്യൻ എഴുതുക. അതിനുശേഷം ആൻസർ ഈ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എഴുതി കൊടുക്കുക. അതിനുശേഷം 2ാമത്തെ ചോദ്യം എഴുതുക, അതിന്റെ ആൻസറും സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനെ എഴുതി പോവുക. ഇനി 3ാമത്തെ ചോദ്യം കൊണ്ടിട്ട് ഇവിടെ ഒന്ന് എഴുതി വെച്ചേക്കരുത്. ചിലർ എന്നെ ചെയ്യും 3ാമത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് ഇവിടെ അങ്ങോട്ട് എഴുതി വെക്കുക, അതിന്റെ ബാലൻസ് കൊണ്ട് അപ്പുറത്തെ പേജിലോട്ട് എഴുതുക. അങ്ങനെ ചെയ്തേക്കരുത്. ഇവിടെ ഇടയില്ല അല്ലെങ്കിൽ സ്പേസ് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാനൊക്കെ നിൽക്കണ്ട. ഓക്കെ, ഈ പേപ്പറിന്റെ മറുവശത്ത് നിങ്ങൾക്ക് എഴുതാം. കാരണം എന്താണ്, നമ്മൾ അസൈൻമെന്റ് പ്രോജക്റ്റ് സെന്ററിൽ കൊണ്ട് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുവല്ല അല്ലെ, സ്കാൻ ചെയ്ത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയോ ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊന്നും പേടിക്കേണ്ട, നിങ്ങളുടെ പേപ്പറിന്റെ മറുവശത്ത് നിങ്ങൾക്ക് എഴുതാം. കാരണം സ്കാൻ ചെയ്യുമ്പോൾ യാതൊരു പ്രശ്നം വരുന്നില്ല. അപ്പൊ ഈ രീതിയിൽ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആയല്ലോ, അതങ്ങ് മാറ്റി വെക്കുക. ഓരോന്നിനും പേജ് നമ്പർ കൂടി ഇട്ട് പോകണം കേട്ടോ. 1, 2 എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ കൂടി. അപ്പൊ 1ാമത്തെ പേജ് ഏതാ, നമ്മുടെ ഫ്രണ്ട് പേജ് ആണ്. ഫ്രണ്ട് പേജ് നമ്മളിപ്പോ എഴുതിയിട്ടില്ല. അപ്പൊ ഫ്രണ്ട് പേജ് ആണ് നമ്മുടെ 1ാമത്തെ പേജ്. 2ാമത്തെ പേജിലാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത് അല്ലെ. 3ാമത്തെ പേജ്, അങ്ങനെ 4, 5 നിങ്ങൾ എത്ര നിങ്ങളുടെ കൈയക്ഷരം അനുസരിച്ചാണ് പേപ്പേഴ്സിന്റെ എണ്ണം കൂടുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ നമ്പർ ഇട്ട് പോവുക, പേജ് നമ്പർ ഇട്ട് പോവുക. ശേഷം 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു പുതിയ പേപ്പർ എടുക്കണം. വേറൊരു പുതിയ പേപ്പർ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, 6ാമത്തെ ക്വസ്റ്റ്യന്റെ ഫ്രണ്ട് പേജ് അല്ലെ. അപ്പൊ അത് പ്രൊജക്റ്റ് ആണ്, അത് 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ല, പ്രൊജക്ടിന്റെ ഫ്രണ്ട് പേജ്. ആ ഫ്രണ്ട് പേജ് ആദ്യം എഴുതുന്നു. അതിന് നമുക്ക് ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് 5, 6ലാണ് അസൈൻമെന്റ് കംപ്ലീറ്റ് ആയെന്ന് ഓർക്കുക. അങ്ങനെയാണെങ്കിൽ 7ാമത്തെ പേജ് ആണ് പ്രൊജക്ടിന്റെ ഫ്രണ്ട് പേജ്. ദെൻ 8ാമത്തെ പേജിലാണ് പ്രോജക്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി തുടങ്ങുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം അസൈൻമെന്റ് പ്രോജക്റ്റും എഴുതേണ്ടത്. അപ്പൊ ക്ലിയർ ആയല്ലോ? ഇനി ഇത് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ പോയിട്ടുള്ളവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്പർ കിട്ടും അല്ലെ. 1ാമത്തെ നമ്മുടെ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ്, ദെൻ 2ാമത്തത് നമ്മുടെ അസൈൻമെന്റ് എഴുതി തുടങ്ങിയ പേജ്. അങ്ങനെ നമ്മൾ പോകുന്നു. അതിനുശേഷം പിന്നെ അടുത്ത പേജ് നമുക്ക് വരുന്ന പ്രൊജക്ടിന്റെ ഫ്രണ്ട് പേജ്, ദെൻ പ്രൊജക്ട് എഴുതി തുടങ്ങിയ പേജ്. എന്നിട്ട് ഇത് ഒന്നിച്ച് സ്റ്റാപ്ലർ അടിക്കുന്നു. അതിനുശേഷം ഇത് എന്ത് ചെയ്യണം, സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ സെന്റർ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫോണിൽ പലതരത്തിലുള്ള ആപ്പുകളുണ്ട്. അപ്പൊ ആ ആപ്പ് വെച്ച് തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പേപ്പേഴ്സ് ആണെങ്കിൽ ഈ 5 സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് പ്രോജക്റ്റും സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ആപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. എന്നിട്ട് സൈസ് കുറച്ചിട്ട് ഇതേപോലെ ക്ലിയർ ആയിരിക്കണം കേട്ടോ. എഴുതിയിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ പറ്റണം. അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവായി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എല്ലാ പേജസും അതായത് ഈ പേപ്പറിന്റെ 4 കോർണേഴ്സും കറക്റ്റ് ആയിട്ട് കിട്ടണം. എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിരിക്കണം. ഈ രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്ന സൈസ് എനിക്ക് തോന്നുന്നു 5 MB ആണ് പറഞ്ഞിരിക്കുന്നത്. 5 MB അല്ല, അതിന്റെ മുമ്പുള്ള ഒരു 4 MB അല്ലെങ്കിൽ 3 MB ഒക്കെ ആക്കിയിട്ട് അതിനനുസരിച്ച് അസൈൻമെന്റ് പ്രോജക്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ അസൈൻമെന്റ് പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആയിട്ട് വിചാരിക്കണോ? അപ്പൊ ഈ അസൈൻമെന്റ് പ്രോജക്റ്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്ലൂ പെൻ യൂസ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. ബ്ലൂ പെൻ യൂസ് ചെയ്തിട്ട് എഴുതാം, ബ്ലാക്ക് വെച്ചിട്ട് എഴുതണ്ട. ബ്ലൂ പെൻ യൂസ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എഴുതും. അപ്പം അസൈൻമെന്റ് ഉണ്ടോ, പ്രൊജക്ട് ഉണ്ടോ, അല്ലെങ്കിൽ അസൈൻമെന്റ് മാത്രമാണോ എന്നൊക്കെ സംശയമുള്ള ആളുകൾക്ക്
ഇപ്പം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങി പോയ SSLC +2 ഒക്കെ നിങ്ങൾക്ക് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു.